അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫിഷിംഗ് വീഡിയോയായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഒരു ഫിഷിംഗ് ചൂണ്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതുണ്ടോ, ഞങ്ങൾ ചൂണ്ടക്കുളത്തൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കെട്ടി വെച്ചേക്കുന്നതാണ് ഞങ്ങൾ നേരത്തെ. പിന്നെ മീൻ പിടിക്കാൻ കുറച്ച് മണ്ണരേനെ ഞങ്ങൾ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി മീൻ പിടിക്കാൻ പോവാം. മീൻ പിടിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു തോടുണ്ട് ഞങ്ങളുടെ, അവിടെയാണ് ഞങ്ങൾ മീനൊക്കെ പിടിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പോവാം. അപ്പം നമ്മൾ നേരെ പോവാണ്. ഇതിലേ ഇറങ്ങാൻ ഇച്ചിരി ടാസ്ക്കാണ്. ഇവിടെ സ്റ്റെപ്പാട്ടോ, അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ തോട്. കൃത്യം റോഡിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ തോട്. ഇവിടെ കുറേ അധികം മീനുകളൊക്കെ ഉണ്ട്. അയ്യോ, അപ്പം ഇവിടുത്തെ കുറച്ച് മീനുകളെ പരലിനെ പിടിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. കണ്ടോ, ഇവിടെ ഞങ്ങൾ മലഞ്ഞിൽ അങ്ങനെ കുറേ ഇതൊക്കെ മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നീ പിടിച്ചോ. അപ്പം ഞങ്ങൾ ടാസ്ക്കാണ് കയറാൻ മീൻ. ഓക്കെ, ഞങ്ങളങ്ങനെ തോട്ടിൽ തീരത്തെത്തിയിട്ടുണ്ട്. ഇനി നേരെ മീൻ പിടിക്കുക. മീൻ കിട്ടാൻ ചെറിയ ടാസ്ക് ആയിരിക്കും, കാരണം ഇവിടെ കുറേ പരൽ മീനുകളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ക്ലിയർ വാട്ടർ കേട്ടോ, നല്ല പ്യുവർ വാട്ടർ. ഇവിടെ മീനുകളൊക്കെ അരികത്ത് വന്നിട്ടുണ്ട്. കുറേ കുഞ്ഞു ഗപ്പികൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കുറേ അധികം കുഞ്ഞു ഗപ്പികളൊക്കെ വന്ന് നിൽപ്പുണ്ട്. കണ്ണാപ്പി പിടിച്ചോടാ മീനെ. ഹലോ ഗൈസ്, അപ്പം ഇനി നമുക്കെന്താ കേട്ടോ തോട്. നമ്മളിനി വരേനെ കൊളുത്തണം. അതെ, വരേനൊക്കെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ വരേനെ ഇനി കൊളുത്തണം. എന്നിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് തോട്ടിലോട്ട് ഇടാവുന്നതാണ്. ഓക്കെ, കണ്ണാപ്പി ഇടുന്ന തിരക്കിലാണ്. ഇവിടെ നിറയെ മീനുണ്ട് കേട്ടോ, നമുക്കിഷ്ടം. എപ്പോൾ വേണേലും വന്ന് മീൻ പിടിക്കാം. നല്ല വെള്ളമാണ്, നല്ല വെള്ളം കണ്ടോ, നല്ല ക്ലിയർ വാട്ടറാണ്. കണ്ണാപ്പി ഇടാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം നമുക്ക് മീനെ കിട്ടുമെന്നൊരു പ്രതീക്ഷയൊന്നുമില്ല. അതിലൂടെ മീനൊക്കെ നടപ്പുണ്ട്. കിട്ടില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഈ വീഡിയോ ചെയ്യാവുന്നതാണ്. വീണ്ടും നമ്മൾ മീനിടാൻ വേണ്ടി കണ്ണാപ്പി പിടിക്കാം. അവൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ കിട്ടുമെന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മീനുകളായിട്ട് കിട്ടിക്കൊണ്ട് തുടങ്ങിയാണ്. പക്ഷെ മീനുകളൊന്നും അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ, എന്നാന്നറിയില്ല. ഭയങ്കര ഒഴുക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കുഞ്ഞു മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാവോ? ഞാനിവിടെ മടുത്തിട്ട് ഇവിടെ വന്ന് ഇരുന്നു കേട്ടോ. ഇവിടെ ഇരിക്കാൻ സ്ഥലമൊക്കെ കൊണ്ടിട്ടുണ്ടോ, സ്റ്റെപ്പൊക്കെയാണ്. ഇവിടെ ഇരുന്നു ഞാൻ. ഇവിടെ ഇവൻ ഓരോരിങ്ങനെ മീൻ പിടിക്കാൻ നോക്കിയിട്ട് എല്ലാവരും മിസ്സായി പോവാ കേട്ടോ. ഞങ്ങൾ മടുത്ത്. ഇവൻ്റെ ഇതേ കാലൊക്കെ നനഞ്ഞു. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് ഞങ്ങൾ ഇനി പാർട്ട് 2 ഇറക്കുന്നുണ്ട്. അതിന് ഇവൻ നല്ലൊരു കുപ്പിച്ചൂണ്ട ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് മീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ്റെ നെക്സ്റ്റ് ടാസ്ക്. അടുത്ത പണി നമുക്ക് അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് ഇവനിനി കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ പോയിട്ട് ഞണ്ടിന് തപ്പും കേട്ടോ. എന്നിട്ട് ഞണ്ടിന് തപ്പിയിട്ട് ആ ഞണ്ടിനെ ഈ കോരിവലയും കൊണ്ട് പിടിക്കാൻ പോകണം. മീനെ കിട്ടിയില്ല. മീനെ കോരിവലയും കൊണ്ട് നോക്കിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് കല്ലും കൊണ്ട് ഇതുകൊണ്ടിങ്ങനെ ഇതിനെ പിടിക്കാൻ നോക്കണം. അപ്പം ഞങ്ങൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. ഇവനിവിടെ മീൻ എങ്ങാണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് കല്ല് വള്ളിയിൽ കെട്ടിയിടുവാണെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് കല്ല് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാനൊരു കുഞ്ഞു മീനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഗൈസ്, ഒരു കുഞ്ഞു മീനാണ് ഇത്. ഏതിൻ്റെ മീനെന്നാണോ നീ പറഞ്ഞേ? വട്ടനല്ല, മഞ്ഞപ്പാവ അല്ലേ? ആ മഞ്ഞപ്പാവയുടെ കുഞ്ഞാന്നാണ് കേട്ടോ ഇവനിത് പറഞ്ഞത്. ഇത് വലുതായി കഴിഞ്ഞാൽ നല്ല വലിയ മീനാവും. അവിടെ നീണ്ടിരിക്കുന്ന മറ്റേ അതല്ലേ, ആ നീണ്ടിരിക്കുന്ന മീനാവും എന്നാണ് ഇവൻ പറഞ്ഞത്. അയ്യോ പാവം കേട്ടോ. ആരവൻ്റെയോ മഞ്ഞപ്പാവയുടെയോ മനഞ്ഞില്ല, അങ്ങനെ ഏതിൻ്റെയൊക്കെ ഒരു കുഞ്ഞായിരിക്കും ഇത്. അപ്പം ഞാൻ തിരിച്ചിടാൻ പോവാണ്. കുഞ്ഞാണ്ട് ഞാൻ കുറച്ച് നേരം പിടിച്ചു വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നമുക്ക് പാവം തോന്നുന്നുണ്ട് ഞാൻ ഇവനെങ്ങ് വിട്ടേക്കുവാണ് കേട്ടോ. ഓക്കെ, അവൻ വെറുതെ കണ്ണപ്പി കുറേ നേരമായി മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട് മീൻ അങ്ങനെ കിട്ടുന്നൊന്നുമില്ല.
പക്ഷെ എന്നാൽ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ നേരം ഇങ്ങനെ കൊത്തുന്നുണ്ട് കേട്ടോ. കൊത്തുന്നുണ്ടെങ്കിലും അങ്ങ് വലിക്കുമ്പം ഉരുവിരിപ്പാണ്, കിട്ടണില്ല അങ്ങോട്ട്. ഭയങ്കര ടാസ്ക്കാന്നൊക്കെ അല്ലേ. ഞങ്ങൾ പിന്നെ എന്താ ഈ ഒരു പ്രകൃതി ഭംഗി അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമായിട്ട് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്. കൊത്തിയതായിരുന്നു കേട്ടോ. എടാ പോയാ ജസ്റ്റ് മിസ്സായിരുന്നു ഗൈസ്. കിട്ടിയതായിരുന്നു, ഞാൻ വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ. അത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഒന്നുകൂടി ഇട്ടോക്കണേ. ഇതുണ്ട് അവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ എന്നാ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. നല്ല വെള്ളം, അത് കളിക്കാനൊക്കെ നല്ല രസമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ മീൻ പിടിക്കാറുണ്ട്. കുറേ മീനുകൾ കിട്ടിയിട്ടുണ്ട് കണ്ണാപ്പിക്ക്. ഇവനും എൻ്റെ അച്ഛനും കൂടെ മനഞ്ഞിലേക്ക് പിടിച്ചിട്ടുണ്ട്, 5 കിലോളം മനഞ്ഞിലേക്ക്. ഭയങ്കര രസമാണ് ഇവിടുന്ന് ഈ കളിക്കാനൊക്കെ ആയിട്ട്. ഈ കുഴിക്കാൻ കല്ലിൻ്റെ ഇടയ്ക്കുന്നൊക്കെ ആയിട്ട് മീനെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഇവിടെ ഞണ്ടുണ്ട്. ഇതുണ്ട് ഞണ്ട് ഞണ്ട് കണ്ടോ? ഓ മൈ ഗോഡ്, കണ്ടാ ഞണ്ടടാ. കുഞ്ഞിന് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. കണ്ണാപ്പ പിടിക്കാൻ പറ്റുന്ന നോക്കുന്നുണ്ട്. പിടിക്കാ. അവൻ അങ്ങനെ പിടിക്കാൻ പോവാണ്. ഈടാ എന്നെയാണോ നീ കാണിച്ചത്? അതിനാണോ മീനെ പിടിക്കുന്നത്? അവനെ കൊന്നിട്ട് ഇറക്കി വരാൻ നോക്കുക കേട്ടോ. ഏതൊരു അല്ലെങ്കിൽ ഞാൻ കടിക്കൂന്ന് എൻ്റെ പെണ്ണോ. അങ്ങനെ ഒരു 2 രൂപ കൂടെ എൻ്റെ ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മീനെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും 2 പിടിക്കും. കാരണം ഞങ്ങളുടെ കൂടെ 2 കടിയൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അല്ലടാ. ഞങ്ങൾ കുറേ ഞണ്ടിനെയും മീനിനെയും ഒക്കെ ഇവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട്. സൺസെറ്റ് ആവാറായിട്ടോ. നല്ല പ്രദേശമാണ് ഇവിടെ. കുറേ ഇതാണ് ഞങ്ങൾ ഇവിടെ വീടാട്ടോ. അവിടെയാണ് വീട്. തൊട്ട് താഴെയാണ് ഞങ്ങൾ തുണി. എപ്പോഴും വന്ന് കുളിക്കുകയൊക്കെ ചെയ്യും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക്. ഒരു സൈഡ് കുഞ്ഞിലെ കുളിച്ചിട്ടൊക്കെ ഉണ്ടല്ലോടെ. ഞങ്ങൾ ചെരുപ്പൊക്കെ ഒഴുകി പോയ തോടാണിത്. ഇവൻ്റെ ചെരുപ്പൊക്കെ ഒഴുകി പോയിട്ടുണ്ട്. ഞങ്ങൾ ഈ കല്ലിലൊക്കെ വന്നിട്ട് ഈ കുഴിക്കകത്ത് ഓരോ കുഞ്ഞി ഈ കരയിലൊക്കെ ഇരുന്ന കുഞ്ഞു മീനുകൾ നിൽപ്പുണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങളൊരു കുഞ്ഞു മീനെ പിടിച്ചത്. നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല മീനെയൊന്നും. ഇവിടെ നിന്നാണ് ഞങ്ങളൊരു കുഞ്ഞു മീനെ പിടിച്ചത്. നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല, അത് ഭയങ്കര പൊടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പേടിച്ചിട്ട് പറഞ്ഞ എടുത്ത് ഇങ്ങനെ കയ്യിൽ കാണിച്ചത്. നല്ലൊരു ഞണ്ടിന് കാണാൻ പറ്റി. ഇവൻ ഞണ്ടുണ്ടോയെന്ന് നോക്കാൻ പോവാണ്. നമുക്ക് പയ്യെ പോവാം. കല്ലുകളൊക്കെ അതങ്ങനെ കിട്ടും കേട്ടോ. ഈ കല്ലുകളൊക്കെ ഇങ്ങനെ പൊക്കി നോക്കുമ്പം നമുക്ക് അങ്ങനെ ഞണ്ടിനെ കിട്ടാറുണ്ട്. കണ്ടോ? ഇതാട്ടോ ഞങ്ങളുടെ കോരി വല. ഈ ഒരു വലയും കൊണ്ടാണ് ഞങ്ങളിനി പിടിക്കാൻ പോകുന്നത്. കിട്ടുമെന്നൊരു പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ഇവൻ തന്നെ ഉണ്ടാക്കി കോലുവല കേട്ടോ. മറ്റേ കുറേ കമ്പികളൊക്കെ വെച്ച് ചുറ്റിയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കും. കാരണം ഇതിൽ മീനുകളൊക്കെ കിട്ടിയോ? അപ്പം ഞങ്ങളിനി കിട്ടുമ്പോൾ ബാക്കി കാണിച്ചു തരാം. ഗൈസ്, മീനൊന്നും കിട്ടുന്നില്ല കേട്ടോ. നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താലോ? കാരണം കുറേ നേരമായി ഞങ്ങൾ മീനെ പിടിച്ചോണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കുറച്ച് പൂക്കളൊക്കെ കൊണ്ടുവിട്ടു. നല്ല രസമുണ്ട് പൂവൊക്കെ കാണാൻ. എന്തേ നോക്കിക്കേ, കണ്ടോ? എന്നടി പൂ, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ഇതുണ്ടോ? ഒരു വവ്വാലിൻ്റെ ഷേപ്പിലാട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു ലാവണ്ടർ കളർ. ഇപ്പോൾ കുറേ പൂക്കളുണ്ട് കേട്ടോ. ലാവണ്ടർ കളറിൽ ഈ പൂ കാണാൻ രസമുണ്ട്. പിന്നെ ഒരു റെഡ് പൂ ഉണ്ടായിരുന്നല്ലോ. അത് ഇതൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ടാവുന്ന കേട്ടോ. ഞങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നില്ല. ഇവിടെ ചുമ്മാ പള്ള പോലെ ഉണ്ടാവുന്നതാണ്. ഇത് അവിടെ ഒരു പൂണിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. വെള്ളത്തിക്കൂടെ നടക്കാൻ നല്ല ടാസ്ക്കാണ്. വെള്ളത്തിൽ കരയിലാണ് ഇന്നത്തെ കല്ലും സംഭവമാണ്. നടക്കാൻ ഇച്ചിരി ടാസ്ക്കാണ്. അവിടെ വരെ പോകണമെങ്കിലേ നമുക്ക് ടാസ്ക്കാണ്. ഞാൻ പോവാം. ഗേൾസ്, ഞാനിവിടെ ഇരിക്കുക കേട്ടോ. കണ്ടോ, ഞാൻ മടുത്ത്. ഇവനിവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇവനിവിടെ ഞണ്ടിനെ പിടിക്കാൻ പോവാണ് കേട്ടോ അടുത്തത്. ഇനി മീനിനെയും കിട്ടുന്നില്ല, പരലിനെയും കിട്ടുന്നില്ല, ഒന്നിനെയും കിട്ടുന്നില്ല. ഇവന് കോരുവലയും കൊണ്ട് നോക്കിയിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് കോരുവലയും കൊണ്ട് മീനെ പിടിക്കാനാണ് നമ്മൾ നോക്കിയത്. പക്ഷെ മീനെ കിട്ടുന്നില്ല. അപ്പോൾ ഈ കല്ലൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞണ്ട് കിട്ടൂലേ. അപ്പം ആ ഞണ്ടിനെ ഈ കോരുവലയും കൊണ്ട് പിടിക്കാൻ പോവാണ്ട് അല്ലേ. ഇവൻ്റെ കാലൊക്കെ നനഞ്ഞ് മൊത്തിക്കുളിഞ്ഞ് ഞാനാണെങ്കിൽ നനഞ്ഞ് മടുത്തിരിക്കുകയാണ്. എന്നെക്കൊണ്ട് വയ്യ. ഞാൻ കുറേ നേരം ഇവൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു മീനും കിട്ടുന്നില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിന് ഉറപ്പായിട്ട് ഞങ്ങളൊരു
കുപ്പിച്ചോണ്ട് വെച്ച് മീനെ പിടിക്കുന്നതായിരിക്കും കേട്ടോ. അല്ലേടാ കണ്ണ? ഇത് അത് വേറെ സെറ്റപ്പ്. അതിങ്ങനെ വെച്ചിട്ട് മീനെ കയറാൻ വേണ്ടിയിട്ടാണ്. ഒഴുക്ക് വരുവല്ല, പുഴുകിൻ്റെ കൂടെ മീനൂടെ കയറുവാണെങ്കിൽ എളുപ്പമായിരിക്കും. അവിടെ നിന്ന് മാറിയിരിക്കുക, അല്ലെങ്കിൽ മീൻ കിട്ടൂല, വീഴല്ലേ. അപ്പം ഇതിൻ്റെ പാർട്ട് 2 ഞങ്ങൾ ഇറക്കുന്നുണ്ട്. ആ വീഡിയോയിൽ ഞങ്ങളൊരു കുപ്പിച്ചോണ്ട് ഉണ്ടാക്കിയിട്ട് അതിലിച്ചിരി തീറ്റിക്ക് ഇട്ടിട്ട് മീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഒരു പണി. ആ, ഞണ്ടിനെ എറിഞ്ഞു വീഴിക്കാനോ? ആ, കിട്ടുകയും ചെയ്യും. ആ, അപ്പം ഞണ്ടിനെ എറിഞ്ഞു വീഴിക്കാൻ പോവാണ്. എന്തൊക്കെ വീഴലാന്ന് നോക്കുവാണേ. ഇതെങ്ങനെയൊക്കെ മീനെ പിടിക്കുന്ന ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ പല രീതിയിലും പല വെറൈറ്റിയിലും നോക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടണില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നതായിട്ട് ഈ വൈകുന്നേര സമയത്തൊക്കെയാണ് ഈ കൂരൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കൂരൽ ഇവിടെ കുറേ വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ. എന്താണ് മഞ്ഞപ്പാവ, മനഞ്ഞിൽ, കൂരൽ, പിന്നെ എന്നാ പരളുകൾ, കുഞ്ഞി ഗപ്പികൾ, മഴയ്ക്ക വരയൻ, പിന്നെ എന്നാണ് മീനുകൾ. അങ്ങനെ കുറേ മീനുകളുണ്ട് കേട്ടോ. കല്ലേമുട്ടി, കുറേ മീനുകളുണ്ട്. പിന്നെ എന്നാ നെറ്റിപ്പൊട്ടനോ അങ്ങനെ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. ഇതിനൊക്കെ വേറെ വേറെ പല പേരുകളാണ് കേട്ടോ നിങ്ങൾ പല നാട്ടുകളിലും. ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേരുകൾ. നിങ്ങളുടെ അതിന് കമൻറ്റ് ചെയ്യണേ. അപ്പം കണ്ണാപ്പി ഇന്ന് കിട്ടുമോ? എന്തെങ്കിലും കിട്ടുമോ? അപ്പം ഗൈസ് ഞങ്ങൾ ഇനി ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. മീനൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഇനി ഇവിടുന്ന് പാർട്ട് 2 ഞങ്ങൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ഇറക്കാൻ പോവാണ്. അപ്പം ഇപ്പം ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ മീൻ പിടിക്കാൻ തുടങ്ങിയിട്ട് വൈകുന്നേരം തൊട്ട് ഞങ്ങൾ തുടങ്ങുന്നതാണ്. സന്ധ്യയായി. ഞങ്ങൾ ഇനി ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ എല്ലാവർക്കും